ഗുഡ് ഈവനിങ് ഗൈസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കാസ്ലിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ എങ്ങനെ വീഡിയോയിലോട്ട് വരല്ലേ? ഇനി നമ്മൾ നോക്കാനുള്ളത് കാസ്ലിങ്ങിനെ പറ്റിയാണ്. 2 ടൈപ്സ് ഓഫ് കാസ്ലിംഗ് ഉണ്ട്. നമ്മുടെ കിങ് സൈഡ് കാസ്ലിങ്ങും ക്യൂൻ സൈഡ് കാസ്ലിങ്ങും. ഇതിൽ പറയുന്നു തോന്നുന്നുണ്ട് ലേൺ ആൻഡ് പ്രാക്ടീസ്. ഇവിടെ ക്യൂൻ സൈഡ് അല്ല കിങ് സൈഡ് കാസ്ലിങ്ങിനെ പറ്റിയാണ് പറയണത്. G1 പോവുക, അപ്പോൾ കിങ് ഇപ്പുറത്ത് വരും. ഇതാണ് സ്പെഷ്യൽ റൂൾ 1. കിങ് 2 സ്ക്വയേഴ്സ് പോണത് കാസ്ലിങ്ങിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ റൂക്ക് കിങ്ങിൻ്റെ തൊട്ടിപ്പുറത്ത് വരും. ഇനിയിപ്പോൾ നമ്മുടെ ഡോട്ടർ വോൾഫിൻ്റെ ടേൺ, അവരും കാസ്ൽ ചെയ്ത്. വെൻ കാസ്ലിംഗ് ഓൾവേസ് മൂവ് ദ കിങ് ടു സ്പേസ് ആൻഡ് ദ റൂക്ക് വിൽ മൂവ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ. ഇനി ക്യൂൻ സൈഡ് കാസ്ലിങ്. ഇവിടെ അതെ, കിങ് 2 ടൈംസ് മൂവ് ചെയ്യും. നൗ whether you castle to the king side or the queen side, your king always moves to space while your rook swings around to the other side of the king. അങ്ങനെ തന്നെ. നെക്സ്റ്റ്, ഇനി നമ്മുടെ കിങ് സൈഡ് കാസ്ൽ ചെയ്യണതിൻ്റെ ഇടയിൽ നൈറ്റ് ഉണ്ട്. അപ്പം നൈറ്റിനെ മാറ്റാൻ അണ്ട് കാസ്ൽ ചെയ്യുക. അപ്പോൾ കാസ്ലിംഗ് പോസിബിളാണ്. ഹിയർ ഇറ്റ് ഈസ് യുവർ ബിഷപ്പ് ദാറ്റ് പ്രിവെൻറ്റ്സ് യു ഫ്രം കാസ്ലിംഗ്. മൂവ് യുവർ ബിഷപ്പ് ടു B5. ഇത് B5 5th റാങ്ക്. അപ്പോൾ B5 മാറ്റി. അത് കഴിഞ്ഞ് ഒരു കളി അവർ കളിച്ച് ഞാൻ കാസ്ൽ ചെയ്ത്. Now your queen is in the way. Gently move her to D2 to prepare to castle queen side. Queen side castling ആണ് ഇതിൽ കാണിക്കണം. അപ്പം ക്യൂനെ മാറ്റി. അവരുടെ മൂവ്. നെക്സ്റ്റ്, അവർ പോണ കളിച്ച് നമ്മ ക്യൂൻ സൈഡ് കാസ്ൽ ചെയ്ത്. You cannot castle if your king is in check. Block the check from my bishop by moving your knight to C3. ഇപ്പോൾ ചെക്ക് ഉണ്ട്. അപ്പോൾ ആ ചെക്കിനെ ബ്ലോക്ക് ചെയ്ത് അവരൊന്ന് കളിച്ച് നമ്മളും കാസ്ൽ ചെയ്ത്. അത്രയും. പിന്നെ നമുക്ക് you may not castle with a rook that has already moved. ക്യൂൻ സൈഡ് കാസ്ൽ ചെയ്യാൻ പറ്റാത്തത് ഇത് ഈ റൂക്ക് മൂവ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കിങ് സൈഡ് കാസ്ൽ ചെയ്യുന്നു. റൂക്കോ കിങ്ങോ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാസ്ൽ ചെയ്യാൻ പറ്റൂല. പിന്നെ നെക്സ്റ്റ് I will show you how to prevent your opponent from castling. അത് ചുമ്മാ കാസ്ൽ ചെയ്യണ പാത്തിൽ എന്തെങ്കിലും വെച്ചാൽ മതി. ഇത് ചെക്ക് വിളിച്ചപ്പോൾ അവരുടെ ബിഷപ്പ് പോവും എന്നെ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് അവർ കിങ്ങിനെ തന്നെ നീക്കേണ്ടി വരും. കിങ് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാസ്ലിംഗ് പറ്റൂല. He will be unable to castle for the rest of the game. കിങ്ങിനെ അവിടെ വെച്ച് തന്നെ കളിക്കേണ്ടി വരും ഇനിയുള്ള കളിയൊക്കെ. പിന്നെ the king may not pass through check while castling. Move your bishop to H6. Keep my king in the center. ഇത് ഇപ്പം ഞാൻ കളിച്ചാൽ കാസ്ൽ ചെയ്യാൻ പറ്റൂല. ചെക്കാണെങ്കിലോ കാസ്ൽ ചെയ്യണ പാത്തിലോ എന്തെങ്കിലും ചെക്ക് ഉണ്ടെങ്കിൽ കാസ്ൽ ചെയ്യാൻ പറ്റൂല. പക്ഷേ റൂക്കിനാണ് ആ തടസ്സമെങ്കിൽ
കാസിൽ ചെയ്യാൻ പറ്റും, കാരണം റൂക്കിന് ഒരു പങ്കില്ല കാസ്ലിങ്ങിൽ. ചുമ്മാ അപ്പുറത്തോട്ട് പോകണല്ലേ ഉള്ളൂ. യുവർ ബിഷപ്പ് പ്രിവെൻസ് മീ ഫ്രോം കാസ്ലിംഗ് ബൈ അറ്റാക്കിങ് യുവർ F8 സ്ക്വയർ. F8 സ്ക്വയർ ഇതാണ്. F5 8th റാങ്ക്. പിന്നെ മേക്ക് യുവർ കിങ് സേഫ് ആൻഡ് കംപ്ലീറ്റ് യുവർ ഡെവലപ്മെൻറ്റ് ബൈ കാസ്ലിംഗ്. എനിക്ക് തോന്നണത് ക്യൂൺ സൈഡ് കാസ്ലിംഗ് ആയിരിക്കും നല്ലത്, കാരണം കിങ് സൈഡ് കാസ്ലിങ്ങിൽ ഇതുണ്ട്, ഈ പോൺ മൂഡായിട്ടുണ്ട്. യു ഹാവ് എ സിഗ്നിഫിക്കൻ്റ് അഡ്വാൻറ്റേജ്. അയ്യോ ഒരു മിനിറ്റ്, സോറി. അവരെൻ്റെ ഇതിനെടുത്തുകൊണ്ട് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റും. Again I cannot castle because of the attack on the F8 square. If I cannot castle soon, a small advantage will snowball into an avalanche of an attack. അടുത്തോക്ക. One way to make the king move is to force him to recapture a piece. Capture my bishop with yours. ഇതിപ്പോൾ ഞാൻ എടുത്തെന്ന് വിചാരിക്കും, അവർക്കിപ്പം 3 points നഷ്ടമുണ്ട്. അപ്പോൾ അവരത് തിരിച്ചെടുത്തില്ലെങ്കിൽ അവർക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കിങ് വെച്ച് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവർക്ക് ഇതായി ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് പോയി. ഇപ്പം എൻ്റെ കിങ് സൈഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, ആസ് ക്യൂൻ അങ്ങോട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്ത് എൻ്റെ റൂക്ക് രണ്ടിനെയും കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ. നൈസ്ലി ഡൺ. നൗ യു ആർ റെഡി ഫോർ സം പ്രാക്ടീസ് ഓൺ യുവർ ഓൺ. യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി കാസൽ, ബട്ട് ഇൻ വിച്ച് ഡയറക്ഷൻ? King side. That looks like a good move. I think I will follow suit. Our king side castle is. Let's look at another example. Okay. You can castle in a single turn. Do you see how? Single turn castle ആണെങ്കിൽ queen side. If you go that way, next കിങ് സൈഡ് കാസ്ലിംഗ്. ഇത് ഓപ്പോസിറ്റ് സൈഡ് കാസ്ലിംഗ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് കാസ്ലിംഗ് നടക്കണ കളികളൊക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും. I will go this way. Opposite side castling sets the stage for an attacking game. What usually happens is that my pawn ends up rushing towards your king's defense, while your pawn push towards mine. ഇപ്പം എനിക്ക് എൻ്റെ പോൺസിനെയൊക്കെ അവരുടെ കിങ് സൈഡിലോട്ട് എത്തിക്കുക, അവർക്ക് അവരുടെ പോൺസൊക്കെ എൻ്റെ കിങ് സൈഡിലോട്ട് എത്തിക്കുക, അങ്ങനെ. You cannot castle because your king is in check. How can you dissolve this? ഞാൻ സിംപ്ലി ഒരിത് കൊടുക്കും, ലൈക്ക് ചെക്ക് ബ്ലോക്ക് ചെയ്യും. നൈസ് മൂവ്. നൗ ഐ എം ഗോയിങ് ടു കാസൽ. അവർ കാസൽ ചെയ്തോട്ടെ. നമുക്ക് ക്യൂൺ സൈഡ് കാസലിങ്ങും കിങ് സൈഡ് കാസലിങ്ങും ഉണ്ട്. അവർ കിങ് സൈഡ് കാസൽ ചെയ്തുകൊണ്ട് നമ്മൾ ക്യൂൺ സൈഡ് കാസൽ ചെയ്യും, ഓപ്പോസിറ്റ് സൈഡ് കാസലിങ്. നെക്സ്റ്റ് എടുക്കുക. Again your king is in check. Block the check so that you can castle your king. ഞാൻ ഇത്തവണ എൻ്റെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്ത് അവരെടുക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചെൻ്റെ ക്യൂൺ വെച്ചെടുക്കും. നൈസ് മൂവ്. ദിസ് ബ്ലോക്ക് ദ ചെക്ക് ആൻഡ് അറ്റാക്സ് മൈ ബിഷപ്പ്. അവർ ആ ബിഷപ്പിനെ കൊണ്ട് പോയില്ലെങ്കിൽ എനിക്ക് അവരുടെ ബിഷപ്പിനെ അടുത്ത മൂവിലെടുക്കാൻ പറ്റും. ഇത് കളിച്ചാൽ എനിക്ക് എൻ്റെ ക്യൂൺ വെച്ചെടുക്കാം. നൈസ് മൂവ്. ഐ സപ്പോസ് ഐ ഷുഡ് കാസിൽ നൗ. അവർ കിങ് സൈഡ് കാസിൽ ചെയ്ത് ക്യൂൺ സൈഡ് എക്സ്പോസ്ഡ് ആണെന്ന് തോന്നുന്നു കുറച്ച്, കാരണം
അവരുടെ വൈറ്റ് ബിഷപ്പ് ഉണ്ട്. ഞാൻ കിങ് സൈഡ് ക്യാസ്ൽ ചെയ്യണം. F9 3 ഇവർ പറയണം. വെൽ, നമുക്ക് അടുത്ത് നോക്കാം. My rooks prevents you from castling king side, so your king will have to reside elsewhere. Any idea? ഞാൻ ക്യൂൻ മാറ്റി ക്യൂൻ സൈഡ് കാസ്ൽ ചെയ്യും. I can only castle queen side since my king side rook has moved. അവരുടെ കിങ് സൈഡ് റൂക്ക് നീങ്ങി, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ കാസ്ൽ ചെയ്യും. നൈസ്ലി ഡൺ. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ നെക്സ്റ്റ്. അയ്യോ, ഇത് കുറേ ടൈം ആയിട്ടുണ്ടല്ലോ. You cannot castle king side because you have already moved that rook, so what should you do instead? ഞാൻ queen side castle ചെയ്യും. That's it. Next. I was unable to castle king side because your rook on g1 is attacking g8 square. Next. എൻ്റെ ഈ റൂക്ക് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യണ കാരണം കിങ്ങിനെ ആ വഴി കാസ്ൽ ചെയ്യാൻ പറ്റൂല. My queen prevents you from castling queen side. Your king must seek refuge elsewhere. ഞാൻ കിങ് സൈഡ് കാസ്ൽ ചെയ്യും. അപ്പോൾ indeed. Next. Now that we are both castled, we are in for a costly matched fight. Next. രണ്ട് സൈഡും കാസ്ൽ ചെയ്താൽ നല്ല ഒരു കളിയായിരിക്കും. കാസിൽ ആൻഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഓക്കെ, ഞാൻ നൈറ്റിനെ മാറ്റും. അവരെന്തെങ്കിലും കളിക്കും. ഞാൻ കാസ്ൽ ചെയ്യും. അവരും കാസ്ൽ ചെയ്ത്. You are getting the hang of this. I have one final challenge for you. ഇതാണ് അവസാനത്തെ. നെക്സ്റ്റ്. Did you see how to prevent castle me? Do you see how to prevent me from castling? അവർക്ക് ഇപ്പോൾ കിങ് സൈഡാണ് കാസ്ലിംഗ് ഉള്ളത്. സോ അയ്യോ, കാണില്ലല്ലോ. എൻ്റെ ക്യൂനെടുത്ത് അവരുടെ ക്യൂനെ ഇട്ട. സോ രണ്ടുപേർക്കും നഷ്ടം സെയിം ആണ്. ബട്ട് അവരുടെ കാസ്ലിംഗ് പോയി. വേറെ മൂവ്സ് ഒന്നുമില്ല. എൻ്റെ ക്യൂനെടുക്കലേ രക്ഷയുള്ളൂ. ആൻഡ് നൗ മൈ കിങ് വിൽ ബി അണേബിൾ ടു കാസിൽ ഫോർ ദ റിമൈൻഡർ ഓഫ് ദ ഗെയിം. Do you see how to castle and check my king in a single? ക്യൂൻ സൈഡ് കാസ്ൽ ചെയ്താൽ നമ്മുടെ റൂക്ക് പെട്ടെന്ന് ആക്റ്റീവ് ആവും. അതുകൊണ്ട് നെക്സ്റ്റ്. Sometimes you can castle to attack. This is an idea worth remembering. ക്യൂൻ സൈഡ് കാസ്ൽ ചെയ്താൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് കാസ്ൽ ചെയ്യാൻ പറ്റും. ക്യൂൻ സൈഡും കിങ് സൈഡും ബ്ലാക്കിൻ്റെ ഓപ്പൺ ആണെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റിൻ്റെ ഓപ്പൺ ആണെങ്കിൽ. നെക്സ്റ്റ്. ഗുഡ് വർക്ക് completing this lesson. Develop your pieces and castle quickly in your games to keep your king safe. Leave this lesson. അതും പഠിച്ച് ഇനി ഞാൻ N% കുറച്ച് രാത്രിക്ക് മുന്നേ ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.